നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഇടുക്കിയിൽ ജപ്തി നടപടിയെ തുടർന്ന് പെട്രോൾ ഒഴിച്ച് മരണപ്പെട്ട ഷീബയുടെ ലോണിൻ്റെ വിശദാംശങ്ങൾ വരുമ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക് പ്രതിക്കൂട്ടിൽ. 63 ലക്ഷം രൂപയ്ക്കായിരുന്നു ജപ്തി. എന്നാൽ ലോൺ തുക 25 ലക്ഷം മാത്രമായിരുന്നു. ഇത് 10 ലക്ഷവും പലിശയും തിരിച്ചടച്ച് 15 ലക്ഷം രൂപ വരെ മാത്രമേ 2018 തിരിച്ചടയ്ക്കാൻ ഉണ്ടായിരുന്നുള്ളൂ. തുടർന്ന് പലിശയും കൂട്ടുപലിശയും കൂട്ടി 15 ലക്ഷം രൂപ 63 ലക്ഷം രൂപ ആവുകയായിരുന്നു. അതായത് 25 ലക്ഷം ലോണിന് 55 ലക്ഷം രൂപയോളം പലിശ തന്നെ ബാങ്ക് വസൂലാക്കി. മറ്റൊന്ന്, ആത്മഹത്യ ചെയ്ത ഷീബയുടെ പേരിലായിരുന്നു വീടും വസ്തുവും. എന്നാൽ ലോൺ ഉണ്ടായിരുന്നത് മറ്റൊരാളുടെ പേരിലും. ഈ കേസ് നിലനിൽക്കെയാണ് ഷീബയുടെ വീട് ജപ്തി ചെയ്യാൻ ബാങ്ക് ഉദ്യോഗസ്ഥർ എത്തിയതും ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വച്ച് ഷീബ തന്നെ തീപിടിച്ച് മരിച്ചതും. ബാങ്ക് പറയുന്നത് അവർ 63 ലക്ഷം രൂപ ലോണുണ്ട്, ആ തുക അടച്ച് അവരുടെ ബാങ്കിൻ്റെ ബാധ്യത ഒഴിവാക്കി കൊടുക്കണം. അതിന് ഇവർക്കിപ്പം നിവൃത്തിയില്ലാത്ത ഒരു സമയമാണ്. അപ്പോൾ അവർ ജപ്തി നടപടികളായിട്ട് മുന്നോട്ട് പോവുകയാണ്. നാളെയാണ് ഹിയറിംഗ് വെച്ചിരുന്നത്. അപ്പോൾ അതിനൊരു തീരുമാനം ഉണ്ടാകേണ്ടതാണ്. അതിനു മുന്നേ ബാങ്ക് വന്നിട്ട് അവരെ ജപ്തി ചെയ്ത് ഇറക്കി വിട്ടേ മതിയാവുള്ളൂ എന്നുള്ള നിലപാടുമായിട്ട് വന്ന് അതിക്രമിച്ച് ഈ സംഭവങ്ങളൊക്കെ ഇത്രയും ആയതാണ്. അപ്പം സാധാരണ ഒരു വീട്ടമ്മയാണ് ഷീബ. ഷീബയും അതുപോലെ മകളും പൊടിക്കുഞ്ഞും മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ വളരെയധികം വാക്കേറ്റങ്ങളും അതുപോലെ തർക്കങ്ങളുമൊക്കെ നടന്നതിന് ശേഷമാണ് ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ അങ്ങനെ ഒരു അവസരം ഉണ്ടായപ്പോൾ അതിനെ തടയാനോ അല്ലെങ്കിൽ അതിന് വേണമെന്ന് എന്നാൽ ഒരു തീ കത്തി വീണ സമയത്ത് ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ ഒന്നും ഈ കൂടെ വന്ന പോലീസുകാരോ ഈ ഉദ്യോഗസ്ഥരോ ഒന്നും അതിന് അവർക്കൊരു സഹായം നൽകിയില്ല. അത് വളരെ നികൃഷ്ടമായ ഒരു നിലപാട് തന്നെയാണ്. എന്നുവെച്ചാൽ ഒരു ജപ്തിക്ക് വരുമ്പോൾ അതിനുള്ള മുൻകരുതലുകൾ എപ്പോഴും ജപ്തിയുമായിട്ട് നടത്തുന്ന ആൾക്കാർ സ്വീകരിക്കേണ്ടതാണ്. അപ്പം ജപ്തിക്ക് വരുന്ന ഒരു ആളുടെ മനോനിലയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് കാര്യങ്ങൾക്കും മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ പല വീടുകളിലും ജപ്തിക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യാനായിട്ടുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ജപ്തിയെ തടയുക എന്നുള്ളതാണ് ഈ വീട്ടുടമയുടെ ഉത്തരവാദിത്തം. ഇപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് ഈ വീടിൻ്റെ ലോൺ എന്ന് പറയുന്നത് ഇതിന് മുൻകാലത്ത് ഇരുന്ന ആളുടെ പേരിലാണ് ഇപ്പോഴും ആ ലോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇപ്പോൾ ഈ കോടതിയിലേക്കുള്ള നടപടികളും അതുപോലെ ഇപ്പം വന്നിരിക്കുന്ന ജപ്തിയും ഇവരെ തെറ്റിദ്ധരിപ്പിച്ചാണ് എന്ന് ഇപ്പം ഇതിൻ്റെ ദീപചേച്ചിയുടെ ഭർത്താവ് തന്നെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഷീബയുടെ പേരില്ല ബാങ്കിൽ നിലവിൽ ലോണുകളൊന്നുമില്ല. അതാണ് അതിൻ്റെ വാസ്തവം. പക്ഷേ എന്തുകൊണ്ടാണ് ഇവിടെ വന്ന് ജപ്തിക്ക് വന്നതെന്ന് അറിയത്തില്ല. ലോണില്ലാത്തൊരു വ്യക്തിയുടെ പേരിൽ വന്ന് ജപ്തി ചെയ്യാൻ സാധിക്കും. അപ്പം ബാങ്കിൽ അതിൻ്റെ കാര്യങ്ങളും അതുമായിട്ടൊക്കെ അവർ പല പ്രാവശ്യം പോയിട്ട് ബാങ്ക് മാനേജരെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ പ്രൈവറ്റ് ബാങ്കാണ്. അവർക്ക് ഈ ഭീമമായ തുക വെച്ചാൽ 2019 വാങ്ങിച്ച വീടാണത്. ഇത്രയും നാളുകൊണ്ട് അതിന് 63 ലക്ഷം രൂപ 25 ലക്ഷം രൂപ ലോൺ ഉണ്ടായിരുന്നെന്ന് പറയുന്നത് അത് 63 ലക്ഷം രൂപ ലോണാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ പലിശയും കൂട്ടുപലിശയും പിന്നെ എന്തൊക്കെ പലിശയുണ്ടോ ആ പലിശകളെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ ലോൺ വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിലെ ലോൺ തുക എത്രയാണ്? 25 ലക്ഷമാണെന്നാണ് പറയുന്നത്. ലോൺ തുക 25 ലക്ഷം. അത് ഇത്രയും നാൾ കൊണ്ട് അത് കുറേ തുക അടച്ചതാണ്. ഷീബയ്ക്ക് ആ കൊറോണയുടെ വരുന്നതിന് മുമ്പ് ലോക്കാകുന്നതിന് മുമ്പ് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ ആ ലോൺ തുക അടച്ചുകൊണ്ടാണ്. അവർ കുറേ അടച്ചിട്ടാണ്. അല്ലേ ബാങ്കിൽ പോയി ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് അറിയാവുന്നതാണ്. വളരെ വേദനാജനകമായിട്ടുള്ളൊരു സംഭവമാണ് ഈ നെടുങ്കണ്ടത്തുണ്ടായത്. കാരണം ഒരു ഹൈറേഞ്ച് എന്ന് പറയുന്ന ഒരു കാർഷിക മേഖലയാണ്. നാണ്യവിളകളുടെ വിലയിടിവും അതുപോലെ തന്നെ ഈ കൊറോണ സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങൾ മൂലം ഇവിടുത്തെ കർഷകർ ഒരുപാട് ദുരിതങ്ങൾ നേരിടുന്നുണ്ട്. ഈ ദുരിതങ്ങൾ നേരിടുന്ന ഇടയിലാണ് ഈ ബാങ്കിൻ്റെ ഒരു പ്രവൃത്തി ദോഷം മൂലം ഒരു ജീവൻ അപഹരിക്കപ്പെടുന്നത്. എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായും ഇത് ബാങ്കിനെ ഒഴിവാക്കാവുന്നൊരു കാര്യമായിരുന്നു. ഒരു മാനുഷികപരിഗണന എന്ന നിലയ്ക്ക് ഒരു വീട്ടമ്മ അവരുടെ സങ്കടം പറഞ്ഞപ്പോൾ ഇക്കാര്യപരമായ സമീപനമാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. റീജിയണൽ മാനേജർ അവരുടെ നിയമം നടപ്പിലാക്കി പോകുക എന്നുള്ള ശാഠ്യം പിടിച്ചപ്പോൾ വീട്ടമ്മ എന്ന നിലയിൽ അവർ സ്വാഭാവികമായും അവരുടെ അന്നേരത്തെ ഒരു മനോവികാരത്തിന് ഞാൻ ആത്മഹത്യ ചെയ്യും, നിങ്ങളെന്നെ ഇത് ജപ്തി ചെയ്താലെന്നുള്ള ഒരു കാര്യം ഒരുപക്ഷെ ഷീബ സംസാരിച്ചിട്ടുണ്ടാകും. പക്ഷേ അത്തരമൊരു സന്ദർഭത്തിൽ
അതിനൊരു ശാശ്വതമായ പരിഹാരം എന്ന നിലയ്ക്ക് ഇവരതിനെ സംബന്ധിച്ചൊരു സന്ധി സംഭാഷണത്തിന് പോലും ഇടനൽകാതെ നിങ്ങൾ മരിച്ചാൽ നിങ്ങൾ മരിച്ചു, ഞങ്ങളിത് ജപ്തി ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ താഴിട്ട് പൂട്ടുന്നതിനുള്ള ധിക്കാരം. അതാരാണ് അങ്ങനെ പറഞ്ഞത്? അവരെ റീജിയണൽ മാനേജർ നീനു എബ്രഹാം, അവരാണ് സെയിൽ ഓഫീസർ എന്നുള്ള നിലയ്ക്ക് നീനു എബ്രഹാം എന്ന് പറഞ്ഞ ആളാണ് ഇക്കാര്യത്തിനകത്ത് വലിയ സ്റ്റാർട്ടിങ് പിടിച്ചിട്ടുള്ളത്. തീർച്ചയായും അതുകൊണ്ട് നീനു എബ്രഹാമിൻ്റെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ഇല്ല എങ്കിൽ അത്തരം ഒരു സന്ദർഭത്തിലേക്ക് പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്താണെങ്കിൽ ഞങ്ങൾ ആ കാര്യത്തെ സംബന്ധിച്ച് നിയമപരമായി നേരിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. 15 ലക്ഷം രൂപ 2018 കൊടുക്കാനുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കെ ഈ 2024 ആയപ്പോൾ 60 ലക്ഷം രൂപയുണ്ട് എന്ന ഒരു 64 ലക്ഷം രൂപയുണ്ട് എന്ന് ബാങ്ക് അധികൃതർ പറയുമ്പോൾ ഈ 15 ലക്ഷം രൂപ കൊടുത്ത ആ സ്ഥലം കച്ചവടം നടക്കുന്ന സമയത്തെ ആളിൻ്റെ കൂടി താല്പര്യം ഇത് ലേലം ചെയ്ത് ഇതിനകത്ത് ഇപ്പോൾ ഒരു സംസാരം എന്ന് പറയുന്നത്, ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഭർത്താവുമായിട്ട് ജസ്റ്റ് ഒന്ന് സംസാരിച്ചിരുന്നു. അപ്പോൾ ആ ഒരു സംസാരത്തിൽ നിന്ന് അദ്ദേഹം ഒരു ആമുഖം എന്ന പോലെ എന്നോട് പറഞ്ഞത്, ഇത് മുൻപിരുന്ന, അതായത് ആദ്യ കക്ഷിയിലിരുന്ന, ഇത് മൂന്നാം കക്ഷി എന്നാണ് ഇത് വാങ്ങിക്കുന്നത്, അയാളുടെ പേരിലാണ് ഇപ്പോഴും ലോണ് എന്നാണ് പറഞ്ഞത്. അപ്പം അയാളുടെ പേരിൽ, അതായത് ദീപ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിൽ വ്യക്തിപരമായിട്ട് ലോണില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ബാങ്കിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന ഒരു ഉദാസീനമായൊരു നടപടിയല്ലേ? അദ്ദേഹത്തിൻ്റെ പേരിലായിരുന്നു നിയമപരമായിട്ടും ചെയ്യേണ്ടത്. ഇത് പൊസിഷൻ കൈവശം ഈ ഷീബ ദിലീപിൻ്റെ കസ്റ്റഡിയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഉടുമ്പൻചോല MLA MM മണി അടക്കമുള്ള MLA അടക്കം പൊതുപ്രവർത്തകരടക്കം നിരവധി പ്രാവശ്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഷീബ ദിലീപ് പ്രൈവറ്റ് അന്യായം ഫയൽ ചെയ്യുകയും അതിൻ്റെ 22-ാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിറ്റിംഗ് വെച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച നാളെ സിറ്റിംഗ് വെച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് അഡ്വാൻസ് ചെയ്തുകൊണ്ട് ഏത് വിധേനയും ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്തരം ഒരു വലിയ ഒരു ജപ്തി നടപടിയൊക്കെ പൂർത്തീകരിച്ചാൽ ഈ സെയിൽ ഓഫീസർ എന്ന് പറയുന്ന ആളിനൊക്കെ ഇവരുടെ കമ്മീഷൻ ലക്ഷക്കണക്കിന് രൂപയുടെ കമ്മീഷനുണ്ട്. അപ്പോൾ ഒരാളിന് ജീവനക്കാരും വലുത് അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ലാഭം ഉണ്ടാക്കുക എന്ന നയസമീപനമാണ് ഈ ബാങ്ക് അധികൃതർ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നാളെ മുതൽ ബാങ്ക് തുറക്കാതിരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ബഹുജന പ്രക്ഷോഭം ആരംഭിക്കും എന്ന കാര്യം ഈ അവസരത്തിൽ കൂട്ടിച്ചേർക്കും.